കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങളായിരുന്നു. നമ്മൾ പഴയ ജന്മത്തിൽ ഒരേ അച്ഛൻ്റെ അമ്മയുടെ മക്കളായിരുന്നിരിക്കും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ പപ്പിമോള് പറയുന്നു നമുക്ക് എന്തായാലും ചേച്ചിയമ്മയോട് ചോദിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇരിക്കുകയാണ് വിഷ്ണു ശാലിനിയാണ് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ പ്രണയ നിമിഷങ്ങളൊക്കെ ഓർത്ത് അങ്ങ് ഇത് ചെയ്യുകയാണ്. ഇതേ സമയത്താണ് നൂറും അനൂപും നമ്മുടെ ശാരദയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ ശാരദ അവരെ സ്നേഹിത അപ്പം അനൂപ് പറയുന്നത് ഞങ്ങൾ ഒരു ദിവസത്തേക്ക് ഇവിടെ നിർത്തണമെന്ന് പറയുന്നു. അപ്പോൾ ആദ്യം ശാരദ സമ്മതിക്കത്തില്ല, ഞാൻ ശാലിനിയെ വിളിക്കട്ടെ എന്ന് പറയും. അങ്ങനെ ശാലിനിയെ വിളിക്കുമ്പോൾ കിട്ടത്തില്ല. അപ്പോൾ അവർ പറയും ഇത് ജില്ലാ കളക്ടറുടെ വീടല്ലേ, എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് വലിയ ഇതാവും, എന്തായാലും ഒരു കാര്യം ചെയ്യേ, ഇന്നത്തേക്ക് ഒരു ദിവസത്തേക്ക് മാത്രം ഞാൻ ഇവിടെ നിർത്താം എന്ന് പറയും. അപ്പോൾ അവരങ്ങനെ ഓക്കെ പറയും, ഒറ്റ ദിവസത്തേക്ക് മാത്രമേ നിർത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് അവരോട് കുറേ കാര്യങ്ങളൊക്കെ ശാരദ പറയുകയാണ്. അച്ഛനും അമ്മയും ഇങ്ങനെ, അച്ഛനോടും അമ്മയോടും ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വരരുതെന്നൊക്കെ. അപ്പോൾ അനുവിനോട് ചോദിക്കും നാളത്തെ കാര്യം എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ അനുവ് പറയും നാളെ അമ്മയെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുക, എന്നിട്ട് തീരുമാനിക്കുക എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ശാരദ പറയും എന്തായാലും നാളെ വൈകുന്നേരം ആകട്ടെ, ശാലിനി വരുമല്ലോ, എന്നിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം എന്നുള്ള രീതിയിൽ അനുവിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഇതേ സമയത്താണ് നമ്മുടെ സ്വർണ്ണം നഷ്ടപ്പെട്ടവർ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ചന്ദ്രബോസ് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ചന്ദ്രബോസ് അവരോട് ചോദിക്കുക എന്താണെന്ന്. അപ്പോൾ പറയും ഇങ്ങനെ സ്വർണ്ണം നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറയും. അപ്പോൾ പോലീസുകാരൻ വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയും. അത് ജില്ലാ കളക്ടറുടെ ഭർത്താവിൻ്റെ ഓട്ടോയിലാണ് ഇങ്ങനെ സ്വർണ്ണം. അപ്പോൾ തന്നെ ചന്ദ്രബോസിന് മനസ്സിലായി ഇതാരാ, വിഷ്ണു ശാലിനിയാണ്, അതുപോലെ വിഷ്ണുവിൻ്റെ ഓട്ടോയിലാണ് ഇത് മറന്നതെന്ന്. അപ്പം വിഷ്ണുവിനെ കൊടുക്കാനുള്ള അടുത്ത പണി നമ്മുടെ ചന്ദ്രബോസിന് കിട്ടുകയാണ്. അപ്പോൾ ചന്ദ്രബോസ് തന്നെ പറയുന്നുണ്ട് ഇനി എന്തായാലും ഇത് ഞാൻ ഏറ്റെടുത്തിട്ടേ കാര്യമുള്ളെന്ന്. അങ്ങനെ ആ വീട്ടുകാരെ വിളിച്ചിട്ട് പറയും നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിങ്ങളുടെ സ്വർണ്ണം ഞാൻ എടുത്തു തരാം എന്നുള്ള രീതിയിൽ അവർക്ക് വാക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ രാഘവൻ നായരും പിള്ളയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വിഷ്ണുവിൻ്റെ കാര്യം ഇതെങ്ങനെ അറിയിക്കും എന്നുള്ള രീതിയിൽ. ആ സമയത്താണ് നമ്മുടെ ചന്ദ്രബോസിൻ്റെ പോലീസ് വണ്ടിയും എല്ലാം കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ അവർ വന്ന് ഓട്ടോയിൽ ചെക്ക് ചെയ്യും. അവിടെ കിടന്ന് ചന്ദ്രബോസ് നല്ല തകൃതിയായിട്ട് പറയും. അങ്ങനെ ഓട്ടോയിൽ ചെക്ക് ചെയ്യുമ്പോൾ സ്വർണം ലഭിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വിഷ്ണുവിനെ വീണ്ടും കള്ളനായി നമ്മുടെ ചന്ദ്രബോസ് അവതരിപ്പിക്കുകയാണ്. അപ്പം വിഷ്ണുവിൻ്റെ പേരിൽ കേസൊക്കെ എടുക്കും. ഇതൊന്നും അറിയാതെ വിഷ്ണു ശാലിനിയൊക്കെയാണ് ഭയങ്കര സന്തോഷത്തിൽ അവിടെ മതിമറന്ന് ആഘോഷിക്കുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളാണെങ്കിലും മിന്നാമിനുങ്ങളെ നോക്കി ഇങ്ങനെ രാത്രിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പം നമ്മുടെ സത്യ പറയുന്നു നമുക്ക് അങ്ങോട്ട് പോയി നോക്കാമെന്ന് പറയുന്നു. അപ്പോൾ പപ്പി പറയുന്നുണ്ട് വേണ്ട വേണ്ട നമുക്ക് പോകണ്ട, അവരോട് പറഞ്ഞിട്ട് പോകാമെന്ന് പറയുന്നു. പക്ഷേ സത്യ സമ്മതിക്കുന്നില്ല. അങ്ങനെ വിഷ്ണുവിനോടും ശാലിനിയോടും പറയാതെ ഇവർ പോവുകയാണ് ആ ഇരുട്ടത്ത്. അപ്പം കുറച്ച് കഴിഞ്ഞ് വിഷ്ണുവും ശാലിനിയും കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കാണാനില്ല. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പം നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.